വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 മാത്സിൻ്റെ ചാപ്റ്റർ 1 പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ലെസണാണ്. ഈ ലെസണിൽ പാറ്റേൺസ് അല്ലെങ്കിൽ മാതൃകകൾ അല്ലെങ്കിൽ സാമ്പിൾസ് മാത്സിൽ എങ്ങനെയാണ്, അതായത് കണക്കിൽ അല്ലെങ്കിൽ ഗണിതത്തിൽ എങ്ങനെയാണ് ഈ പാറ്റേൺസ് വരുന്നത് എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് ലെസണിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് മാത്തമാറ്റിക്സ്, എന്താണ് ഗണിതം? മാത്തമാറ്റിക്സ് ഈസ് ഇൻ ലാർജ് പാർട്ട് ദ സെർച്ച് ഫോർ പാറ്റേൺസ് ആൻഡ് ദ എക്സ്പ്ലനേഷൻ ആസ് ടു വൈ ദോസ് പാറ്റേൺസ് എക്സിസ്റ്റ്. അതായത് മാത്സിൻ്റെ ഒരു വലിയ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാറ്റേൺസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ സാമ്പിൾസ് മാതൃകകളെക്കുറിച്ചുള്ള പഠനവും അത് എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ഈ പാറ്റേൺസിനെ കുറിച്ച് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ പല ക്വസ്റ്റ്യൻസിലും നമ്മൾ പല സ്കോളർഷിപ്പ് എക്സാമുകൾക്കും ഒക്കെ ഇങ്ങനെ ഈ ശ്രേണി രീതിയിൽ ചോദിക്കുക. അപ്പോൾ അതായത് ഒരു സർക്കിൾ ആദ്യം ഉണ്ടായിരിക്കും, അതിന് നെക്സ്റ്റായിട്ട് അടുത്ത പിക്ചറായിട്ട് 2 സർക്കിൾ ഉണ്ടായിരിക്കും, നെക്സ്റ്റിനകത്ത് ഒരു 3 സർക്കിൾ ഉണ്ടായിരിക്കും, അടുത്തതിൽ ഒരു 4 സർക്കിൾ ഉണ്ടായിരിക്കും, ദെൻ നിങ്ങൾക്ക് 2-3 ഡാഷ് വിട്ടിരിക്കും. അടുത്തടുത്ത് എന്താണെന്നറിയാം. അപ്പോൾ ഇവിടെ 4 സർക്കിൾ വെച്ച് ഇവിടെ തീർച്ചയായിട്ടും നമുക്കൊരു 5 സർക്കിൾ വരയ്ക്കാം, ഇവിടെ 6 സർക്കിൾ, ഇവിടെ ഒരു 7 സർക്കിൾ അല്ലേ. ഇതിപ്പോൾ ഒരു ക്രമമായിട്ട് ഇങ്ങനെ ഓരോന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു എളുപ്പമാർഗം, പാറ്റേൺസ് എന്താണ് എന്ന് പറയുന്നത്. അപ്പം മാത്സിൽ ഇതിപ്പോൾ നമ്മളൊരു എന്താ പറയുക, സർക്കിൾ അല്ലെങ്കിൽ ആർട്ടിൻ്റെ ഭാഗത്തൂടെ ചിന്തിക്കുന്ന ഒരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇനി മാത്സിൽ ഇതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. സച്ച് പാറ്റേൺസ് ഇൻഡീഡ് എക്സിസ്റ്റ് ഇൻ ഓൾ അറൗണ്ട്. നമ്മുടെ നേച്ചറിലെല്ലാം ഈ പാറ്റേൺസ് ഉണ്ട്. നമ്മൾ ഹോമിൽ വന്നു കഴിഞ്ഞാൽ, സ്കൂളിൽ വന്നതിൽ, അതുപോലെ സണ്ണിൻ്റെയും മൂണിൻ്റെയും അല്ലെങ്കിൽ പ്ലാനറ്റ്സിൻ്റെ മോഷൻ, പ്ലാനറ്റ്സിൻ്റെ മൂവ്മെൻറ്റിൽ, ഇതിൽ നമ്മൾ അതുപോലെ സാറ്റലൈറ്റ്സ് ഒക്കെ വിടത്തില്ലേ സ്പേസിലേക്ക്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഈ പാറ്റേൺസ് കാണാൻ പറ്റും. നമ്മൾ കാണുന്ന ഈ നേച്ചറിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ കുക്ക് ചെയ്യുന്നിടത്ത്, ഷോപ്പിങ്ങിന് പോകുന്നിടത്ത്, എല്ലാം ഗെയിംസ് കളിക്കുന്നിടത്ത് ഒക്കെ നമുക്ക് ഈ പാറ്റേൺസ് കാണാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കുന്നത്. നമുക്ക് ഈ പാറ്റേൺസൊക്കെ ഇപ്പം മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ടെക്നോളജിയിലൂടെയാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഉയർത്തുന്നത് അല്ലേ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുന്നത് ടെക്നോളജിയാണ്. ആ ടെക്നോളജിയിൽ കൂടെ നമുക്ക് ഈ പാറ്റേൺസിൻ്റെ പഠനം വളരെ എളുപ്പമാണ്. നോക്കാം നമുക്ക്. ദ സെർച്ച് ഫോർ പാറ്റേൺസ് ആൻഡ് ദെയർ എക്സ്പ്ലനേഷൻ ക്യാൻ ബി ഫൺ ആൻഡ് ക്രിയേറ്റീവ് എൻഡ്യൂർ. ഈ പാറ്റേൺസിനെ കുറിച്ചുള്ള പഠനവും അതെങ്ങനെ വന്നു എന്നുള്ള എക്സ്പ്ലനേഷനും വളരെയധികം രസകരമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഗണിതശാസ്ത്രജ്ഞന്മാർ ഈ മാത്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാറ്റേൺസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ മാത്സ് എന്ന് പറയുന്ന ഗണിതം എന്ന് പറയുന്നതിനെ ആർട്ടിൻ്റെയും സയൻസിൻ്റെയും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാം. അതായത് ആർട്ടും സയൻസും കൂടെ ചേർന്ന ഒരു സബ്ജക്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് മാത്സിനെ തന്നെ പറയാൻ പറ്റും. ദിസ് ഇയർ വി ഹോപ്പ് ദാറ്റ് യു വിൽ ഗെറ്റ് എ ചാൻസ് ടു സീ ക്രിയേറ്റിവിറ്റി ആൻഡ് ആർട്ടിസ്ട്രി ഇൻവോൾവ്ഡ് ഇൻ ദ ഡിസ്കവറിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മാത്തമാറ്റിക്കൽ പാറ്റേൺസ്. ഈ മാത്തമാറ്റിക്കൽ പാറ്റേൺസ് ഈ വർഷം നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് കലാപരമായിട്ട് പഠിക്കാമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് മാത്തമാറ്റിക്സ് എയിംസ് to not just find out what pattern exists but also explanation for why they exist. നമ്മൾ മാത്സിൽ പാറ്റേൺസ് പഠിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തത് എന്താണെന്ന് മാത്രമല്ല എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൂടെ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം എപ്പോഴും ഹ്യൂമൻ ബീങ്സിനെ മുന്നോട്ട് നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, വൈ, എന്തുകൊണ്ടാണ് എന്നുള്ളത്. Such explanation can often then be used in applications well beyond the context of their discovered, which can help the propel humanity forward. നമ്മുടെ ജീവിത രീതി, മനുഷ്യരാശിയുടെ തന്നെ ജീവിതം വളരെ വേഗം ഡെവലപ്പായി മുന്നോട്ട് പോകാനുള്ള കാരണം ഇതാണ്. മാത്സിൻ്റെ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന ചോദ്യത്തിൽ നിന്നാണ് ഓരോ ഡിസ്കവറീസും നമുക്ക്
ഉണ്ടായത് അല്ലേ? ഗ്രാവിറ്റേഷൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ന്യൂട്ടൺ ഗ്രാവിറ്റേഷൻ കണ്ടുപിടിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന് ആപ്പിൾ ഗാർഡനിൽ ഇരുന്നപ്പോൾ താഴേക്ക് ഒരു വസ്തു വീണു അല്ലേ? ആപ്പിൾ വീണെന്നാണ് പറയുന്നത്. അപ്പോൾ താഴേക്ക് വീണപ്പോൾ ഇത് താഴേക്ക് വരാതെ മുകളിലേക്ക് എന്തുകൊണ്ട് പോയില്ല? വൈ ദിസ് ആപ്പിൾ കം ഡൗൺ? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം. ഇത് എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ താഴേക്ക് വന്നത് എന്നുള്ള ഇതിൽ നിന്നാണ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചത്. ഫോർ എക്സാമ്പിൾ, ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പാറ്റേൺസ് ഇൻ ദ മോഷൻ ഓഫ് സ്റ്റാർസ്, പ്ലാനറ്റ്സ് ആൻഡ് ദെയർ സാറ്റലൈറ്റ്സ്. നമുക്കറിയാം പ്ലാനറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്, സാറ്റലൈറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്, തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ, പിന്നെ അലോയിങ് അസ് ടു ലോഞ്ച് അവർ ഈ മോഷനിൽ നിന്നൊക്കെയാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ഭൂമിക്ക് മാത്രമല്ല ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കപ്പെട്ടത് ഈ സ്പേസിൽ പല പാറ്റേൺസും അല്ലെ സ്പേസിൽ നമുക്കറിയാം. സ്പേസിലെ പാറ്റേൺ നിങ്ങളിപ്പം ചിന്തിക്കുക എന്താണെന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സണ്ണ് അല്ലേ? സണ്ണിന് ചുറ്റും ഇങ്ങനെ പല ഓർബിറ്റൽസിലായിട്ട് എന്തുണ്ട്? പ്ലാനറ്റ്സ് ഉണ്ട് അല്ലേ? സൺ ഇവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാറാണ്. ബാക്കി എന്താ പറയുന്നത്? ഈ പ്ലാനറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, ഈ മൂവ് ചെയ്യുന്ന ഈ വഴിയിലൂടെ തന്നെ പോകണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോകത്തില്ലേ? എന്തുകൊണ്ട് പോകുന്നില്ല? അവിടെ ഒരു ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ എന്തുകൊണ്ട് ഇത് പോകുന്നില്ല, വൈ എന്ന് ചോദിച്ചത് കൊണ്ടാണ് നമുക്ക് അതിന് ആൻസർ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ മാത്സിൽ ഈ പാറ്റേൺസിൽ പറയുന്നത് എപ്പോഴും അതാണ്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള കാരണം അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മനുഷ്യരാശിക്ക് തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കുകയാണ്. allowing us to launch our satellites and send rockets in the moon and Mars. Similarly, understanding of patterns in genomes. എന്താണ് ജീനോംസ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ശരീരത്തിലുള്ള ജനറ്റിക്കായിട്ടുള്ള, അതായത് പാരമ്പര്യമായിട്ട് അല്ലെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലേ. ഇപ്പോൾ സപ്പോസ് നമ്മൾ കൂടുതലും ഇന്ത്യൻസ് കൂടുതലും ബ്ലാക്ക് ഹെയർസ് ഉള്ള ആളാണ് അല്ലേ, കറുത്ത മുടിക്കാർ. എന്തുകൊണ്ടാണ്? നമ്മുടെ പാരൻസിൻ്റെ കറുത്ത മുടിയാണ്, ഗ്രാൻഡ് പാരൻസിൻ്റെ കറുത്ത മുടിയാണ്. സോ നമ്മുടെ ഇതും നമ്മൾ US ഉള്ള ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡാർക്ക് സ്കിന്നാണ്. എന്തുകൊണ്ടാണ് US അത്രയും വൈറ്റ് സ്കിൻ അല്ലെ അത്രയും ഫെയർ ആയിട്ടുള്ള സ്കിൻ നമുക്ക് കിട്ടുന്നത്? ബിക്കോസ് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട്, നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും ഒക്കെ ഡാർക്ക് സ്കിൻ ആയിരുന്നു. അതുകൊണ്ടാണ്. അപ്പം ഈ ജീനോമിനെ കുറിച്ചുള്ള ജീൻ സിസ്റ്റത്തെക്കുറിച്ചുള്ള പഠനം, ഈ പഠനത്തിൽ നിന്നും പല ഡയഗ്നോസിസും ക്യൂറിങ് ഡിസീസ്, എന്തൊക്കെ അസുഖങ്ങളാണ് നമ്മുടെ ശരീരത്തുള്ള എന്ന് പഠിക്കുന്നത്. ഈ ജീൻസിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ DNA ടെസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ പലപ്പോഴും നമ്മൾ ഫിലിമിലൊക്കെ കേൾക്കുന്ന വാക്കാണ് DNA ടെസ്റ്റ്. എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. ഈ DNA ടെസ്റ്റ് എന്ന് പറയുന്നത് ജീനോംസിൻ്റെ, അതായത് ജീനുകളുടെ ടെസ്റ്റാണ്. അപ്പം എൻ്റെ ശരീരത്തിൻ്റെ ജീനുകൾക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ജീനുകൾക്ക് പ്രത്യേക പാറ്റേൺസ് ഉണ്ടായിരിക്കും. ഈ പാറ്റേൺസ് ഒരിക്കലും വേറൊരാൾക്ക് കിട്ടത്തില്ല. അതാണ് ജീനോംസിൻ്റെ പ്രത്യേകത. ആ പാറ്റേൺ പഠിച്ചിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുക, അത് അസുഖങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നത്. ഇനി അതുപോലെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു തിങ്ക് ഓഫ് അതർ എക്സാമ്പിൾസ് വെയർ മാത്തമാറ്റിക്സ് ഹെൽപ്സ് ഇൻ എവറി ഡേ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ മറ്റെപ്പോഴൊക്കെയാണ് മാത്സിൻ്റെ ഹെൽപ്പ് വേണ്ടത്? അതായത് സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ, പിന്നെ പലതരത്തിലുള്ള സാധനങ്ങളുടെ മെഷർമെൻറ്റ്സ്, നീളം വീതിയൊക്കെ അളക്കാൻ, പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലെ വരവ് ചെലവുകൾ കണക്കാക്കാനൊക്കെ കണക്ക് വളരെ ഉപകരിക്കും. ഹൗ ഹാസ് മാത്തമാറ്റിക്സ് ഹെൽപ്പ് ഇൻ പ്രൊപ്പൽ ഹ്യൂമാനിറ്റി ഫോർവേഡ്? നമ്മുടെ മനുഷ്യരാശി മുന്നോട്ട് നയിക്കാൻ കണക്ക് എങ്ങനെയാണ് സഹായമായത്? അവിടെ ഒത്തിരി എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതായത് പല സയൻറ്റിസ്റ്റുകളുടെ എക്സ്പെരിമെൻറ്റ്സ്, പിന്നെ അതുപോലെ നമ്മുടെ നമ്മുടെ സാമൂഹ്യപരവും സാമ്പത്തികവുമായിട്ടുള്ള ബഡ്ജറ്റുകൾ, അത് അങ്ങനെയുള്ളത്, പിന്നെ ബിൽഡിംഗ്, ബ്രിഡ്ജസ്, ഹൗസസ്, അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്സുകളുടെയൊക്കെ മേക്കിങ്, TV, കമ്പ്യൂട്ടർ പോലെയുള്ള ടെക്നോളജിക്കൽ ഡിവൈസുകൾ, ഇതൊക്കെ
മാത്തമാറ്റിക്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടായ ബേസിക്കലി നമ്മൾ വിചാരിക്കുന്നത് സയൻസിൻ്റെ ഒരു എക്സ്പ്ലോഷൻ അല്ലേ എന്ന് നമ്മൾ ചോദിക്കുക. അതായത് സയൻസ് അല്ലേ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ എല്ലാം മാത്സിൻ്റെ ഒരു പാറ്റേൺസിലാണ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ സയൻസ് മാത്സ് എന്ന് പറഞ്ഞാൽ സയൻസ് കൂടാണ്. Mathematics is everywhere. Mathematics has propelled humanity by economic development, eradication of disease എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഇല്ലാതാക്കുക, ഇൻക്രീസ് ഇൻ ലിവിങ് സ്റ്റാൻഡേർഡ്, നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും മാത്സ് സഹായിക്കുന്നുണ്ട്. ഈ പാറ്റേൺസ് ഇൻ നമ്പേഴ്സ്, ഇനി നമ്പറുകളിലെ പാറ്റേണുകളെ കുറിച്ചാണ് പറയുന്നത്. Among the most basic patterns that occur in mathematics are patterns in numbers, particularly patterns of the whole numbers. Whole numbers എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് എന്നൊക്കെ പല ഇതിൽ നമ്മൾ നമ്പേഴ്സിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 മുതൽ എണ്ണുമ്പോൾ അത് ഹോൾ നമ്പറാണ്. 0, 1, 2, 3, 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ പാറ്റേൺസിനെ കുറിച്ചുള്ള പഠനം ഉണ്ടല്ലോ, അതായത് നമ്പർ പാറ്റേൺസിനെ കുറിച്ചുള്ള പഠനം, ഇതിനെ നമ്പർ തിയറി എന്നാണ് പറയുന്നത്. ഈ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് നമ്പർ സീക്വൻസസ് എന്നാണ്. നമ്പർ സീക്വൻസസ് ആർ ദ മോസ്റ്റ് ബേസിക് ആൻഡ് അമംഗ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ടൈപ്പ് ഓഫ് പാറ്റേൺസ് ദാറ്റ് മാത്തമാറ്റീഷ്യൻസ് സ്റ്റഡി. ഈ ഒരു നമ്പേഴ്സ് ഈ രീതിയിൽ എഴുതുന്നതിന് നമ്പർ സീക്വൻസ് എന്നാണ് പറയുന്നത്. ഇനി ടേബിൾ 1 കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ഇത് വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം ഞാൻ ഈ ഓരോ സീരീസിൻ്റെ നെക്സ്റ്റ് 3 നമ്പർ കൂടെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യണം, കാര്യം അത് അടുത്ത പേജിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ നോക്കിയേ, 1 റിപ്പീറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത 3 നമ്പരും 1, 1, 1 ആണ് വന്നിരിക്കുന്നത് വരേണ്ടത് അല്ലേ. അടുത്ത നോക്കിയാൽ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. 1, 2, 3, 4, 5, 6, 7. അടുത്ത ഏതായിരിക്കും? 8, 9, 10 അല്ലേ. 8, 9, 10. അടുത്തത് നോക്കിയേ, ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് വരുന്നുണ്ട്. ഏതാ വരണ്ടേ? 1, 3, 5, 7, 9, 11, 13, 13 കഴിഞ്ഞാൽ 15, നെക്സ്റ്റ് 17 and 19 അല്ലേ. അടുത്തത് നോക്കിയേ, അടുത്തത് ഈവൻ നമ്പേഴ്സ് ആണ്. 2, 4, 6, 8, 10, 12, 14. അടുത്ത എന്താ വരുന്നത്? 16, 18, 20. അടുത്തത് നോക്കിയേ, അടുത്തതെന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്നാണ് പേര്. എന്താ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. തൽക്കാലം ഇത്ര മാത്രം നിങ്ങൾ എഴുതിയ ട്രയാങ്കിൾ ഷേപ്പിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്. എന്താ ട്രയാങ്കിൾ ഷേപ്പിൽ എഴുതാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഈ നമ്പേഴ്സിനെ നമുക്ക് പിക്ടോറിയലായിട്ട്, അതായത് പിക്ചറിലേക്ക് ആക്കുമ്പോൾ ഇതിന് ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. അത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം അത് അത്ര മാത്രം നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. അതായത് ഈ നമ്പേഴ്സിനെയൊക്കെ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ എഴുതാൻ പറ്റും. അടുത്ത ട്രയാങ്കിൾ ഷേപ്പിലെ നമ്പേഴ്സ് നോക്കിയാൽ 1, 3, 6, 10, 15, 21, 28. ഇതെങ്ങനെ പറഞ്ഞാൽ 1, 3 അല്ലേ. 1ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 3 കിട്ടിയത്? 1 + 2 ആണ് 3, ശരിയല്ലേ. ദെൻ 3 + 3 ആണ് 6. അടുത്ത നോക്കി 6 + 4 ആണ് 10. ദെൻ 10 + 5 ആണ് 15. ദെൻ 15 + 6 ആണ് 21. ദെൻ 21 + 7 ആണ് 28. അപ്പോൾ ഇനി 28ൻ്റെ കൂടെ അടുത്ത നമ്പർ എത്ര വരേണ്ടത്? ഇവിടെ 7 അല്ലേ വന്നേ. 28 + 8. 28 + 8 ആണ് അടുത്ത നമ്പർ വരുന്നത്. എത്ര വരുന്നത്? 36. അടുത്ത നമ്പർ വരുമ്പോൾ എങ്ങനെ വരും? 36 + 8 ആയിരുന്നു ഇവിടെ വന്നത്. അടുത്ത അപ്പോൾ എത്ര? 9 അല്ലേ. അപ്പോൾ എത്ര കിട്ടി? 45. ശരിയല്ലേ. അടുത്ത നമ്പർ വരുമ്പം 45 + 10 എത്ര കിട്ടണം? യെസ്, 55 എന്നാണ് ആൻസർ. അപ്പോൾ അടുത്ത 3 നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഏതൊക്കെയാണ് അടുത്ത 3 നമ്പേഴ്സ് ട്രയാങ്കുലർ നമ്പേഴ്സിൻ്റേത്? യെസ്, 36, 45, ദെൻ 55. മനസ്സിലായോ? ഇനി അടുത്ത നോക്കിയേ, അടുത്തതെന്ന് പറയുന്നത് സ്ക്വയർ. ഈ സ്ക്വയർ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നമ്പേഴ്സ് നമ്മൾ പിക്ചറിലേക്ക് ആക്കുമ്പോൾ ഒരു സ്ക്വയറായിട്ട് എഴുതാൻ പറ്റും. ഒരു സ്ക്വയറായിട്ട് കറക്റ്റായിട്ട് പിക്ചറിൽ നമുക്ക്
ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇനി ഈ നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. 1ൻ്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി അല്ലേ? ദെൻ 4ൻ്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോൾ 9 കിട്ടി. 9ൻ്റെ കൂടെ 7 ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 16 കിട്ടി. ഇനി 16ൻ്റെ കൂടെ 9 ആഡ് ചെയ്തപ്പോൾ 25 കിട്ടി. നോക്കി, ഇവിടെ ആഡ് ചെയ്ത നമ്പേഴ്സ് 3, 5, 7, 9 അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓൾ നമ്പേഴ്സാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 25ൻ്റെ കൂടെ അടുത്ത നമ്പർ എത്ര ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്? യെസ്, 11. അപ്പോൾ എത്ര കിട്ടി? 36. 36ൻ്റെ കൂടെ അടുത്ത ഓഡ് നമ്പർ എത്ര? 13 ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 49. അങ്ങനെയാണെങ്കിൽ അടുത്ത 3 നമ്പർ എങ്ങനെയായിരിക്കും? 49. 49ൻ്റെ കൂടെ എത്ര പനി അടുത്തത് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? യെസ്, 15 ആണ് ആഡ് ചെയ്യേണ്ടത്. 49ൻ്റെ കൂടെ 15 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? യെസ്, 64 അല്ലേ? 64 കിട്ടി. ഇനി ഈ 64ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യേണ്ടത്? 17 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ 15 കഴിഞ്ഞ് കഴിഞ്ഞാൽ 17 എത്ര കിട്ടി? 81 അല്ലേ? 81. ഇനി ഈ 81ൻ്റെ കൂടെ അടുത്ത നമ്പർ എത്ര ആഡ് ചെയ്യേണ്ടത്? 19 എത്ര വരും? 100. അപ്പോൾ അടുത്ത 3 നമ്പർ കിട്ടിയോ? എത്രയ്ക്കാണ്? 64, 81, 100. അപ്പം അടുത്ത സ്ക്വയേഴ്സ് നമ്പേഴ്സിൽ അടുത്ത നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു വരുന്നത്? 64, 81, then 100. മനസ്സിലായോ? അടുത്ത നമ്പർ നോക്കിയേ, ക്യൂബ്സ്. ഇതിനെ നമുക്ക് നമ്പേഴ്സിനെ എഴുതുമ്പോൾ ക്യൂബിൻ്റെ ഷേപ്പിൽ എഴുതാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇവിടെ നോക്കി നിങ്ങൾക്ക് 1 എന്ന് പറയുന്ന നമ്പർ, ഇവിടെ അടുത്ത 8 എന്ന് പറയുന്ന നമ്പറിൽ നമുക്ക് കിട്ടുന്നത് 2 × 2 × 2 എന്ന് ചെയ്യുമ്പോഴാണ്. 2 × 2 4, 4 × 2 8. അടുത്തത് 27. അതിന് എത്ര നോക്കി? 3 × 3 × 3 എന്ന് ചെയ്യുമ്പോഴാണ് 27 കിട്ടുന്നത്. അടുത്ത 64. 64 എങ്ങനെ അപ്പോൾ എഴുതേണ്ടത്? 4 × 4 × 4 എന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് 64 കിട്ടുന്നത്. അപ്പോൾ 125 എങ്ങനെ കിട്ടി? യെസ്, 5 × 5 × 5 എന്ന് ചെയ്തപ്പോൾ 125 കിട്ടി. 6 × 6 × 6 എന്ന് ചെയ്തപ്പം 216 കിട്ടി. അപ്പോൾ അടുത്ത 3 നമ്പേഴ്സ് ഏതൊക്കെയാണ്? യെസ്, 7 × 7 × 7 ചെയ്താൽ അടുത്ത നമ്പർ, അതിനടുത്ത നമ്പർ 8 × 8 × 8, ദെൻ 9 × 9 × 9. ഇതാണ് അടുത്ത 3 നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ ആൻസർ എഴുതണം. അടുത്ത നോക്കിയേ, ഇതെന്ന് പറയുന്നത് നിങ്ങൾ അധികം കേട്ടില്ലാത്ത ഒരു നമ്പറാണ് വിരഹാൻക നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആദ്യത്തെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 2 = 3. ദെൻ അടുത്ത എത്ര? 2 + 3 = 5. ദെൻ 5 + 3 = 8. നെക്സ്റ്റ് 8 + നോക്കിയേ, 5 + 3 ആണ് പറഞ്ഞത്. ദെൻ 5 + 8 അല്ലേ? 5 + 8 = എത്ര വരുന്നത്? 30. ദെൻ 21. അപ്പോൾ അടുത്തത് 13 + 21 ആണ് അടുത്ത നമ്പറായിട്ട് വരേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കി 13 + 21 അല്ലേ? 13 + 21 എത്ര വരുന്നത്? 34 അല്ലേ? അടുത്തത് നോക്കി 34 + 21. 34 + 21 എത്ര നമുക്ക് കിട്ടേണ്ടത്? യെസ്, 55. അടുത്ത നമ്പർ ഇത് രണ്ടും കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ, അതായത് 34 + 55. 34 + 55 എത്ര കിട്ടും? 89. അതാണ് നെക്സ്റ്റ് 3 നമ്പേഴ്സ്. അടുത്ത പവേഴ്സ് ഓഫ് 2. പവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ പോലെയുള്ളൂ. അതായത് 1 × 2, 1 × 2, 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32, 32 × 2 64. ഇനി അടുത്ത അപ്പോൾ എത്ര വരുന്നത്? 64 × 2. 64 × 2 നമുക്ക് എത്ര കിട്ടും? യെസ്, 128. നോക്കിയാൽ മതി. 4 × 2 8, ദെൻ 6 × 2 12. സോ 128. ഇനി അടുത്ത നമ്പേഴ്സ് ഏതാ വരുന്നത്? യെസ്, 128 × 2 എത്ര വരും?
8 into 2 16, 1 remaining, 2 2 4, then 1 5, then 2 2 56 ആണ് അടുത്ത നമ്പർ വരുന്നത്. അപ്പോൾ അടുത്ത നമ്പർ ഏത് വരും? യെസ് 256 ഇൻറ്റു 2 എത്രയായിരിക്കും ആൻസർ കിട്ടുന്നത്? 250 യെസ് 512 എന്ന് വരും. അതാണ് അടുത്ത നമ്പർ. അപ്പോൾ ഈ പവേഴ്സ് ഓഫ് 2ൻ്റെ അടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? 128, 256, then 512. Then powers of 3. ഇത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ പോലെയുള്ളൂ. 1 into 3 3, 3 into 3 9, 9 into 3 27, 27 into 3 81, 81 into 3 243, 243 into 3 729. ഇനി അടുത്ത എന്താ വരുന്നത്? അപ്പോൾ 729 into 3 അതെത്ര കിട്ടുന്നത്? യെസ് 540 അല്ലേ? 1458 എന്ന് പറയുന്ന നമ്പറാണ് വരുന്നത്. ഇനി ഈ 1458 ഇൻറ്റു 3 ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? യെസ് 4 then 7 2 ആണ് വരുന്നത് അല്ലേ? 5 3 is 15, 16 17 7 1 4 3 is 12, 12 plus 1 3, then 3 1s are 3, then ഇവിടെ ഒരു 1 ഉണ്ട്. സോ 4374 ആണ് അടുത്ത നമ്പർ. അടുത്തെന്ന് പറയുന്നത് അപ്പം ഈ 4374 ഇൻറ്റു 3 അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ 122 എന്ന് വരും. ദാറ്റ് മീൻസ് 1s 10s 100 1000 10,000 അത് 10,000ൻ്റെ നമ്പേഴ്സിലേക്ക് വരുന്നു. 13122 ദാറ്റ് മീൻസ് 37,122 എന്ന് പറയുന്ന നമ്പറാണ് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിച്ചു. ഇത് ഓരോന്നും എങ്ങനെയാണ് ക്യാൻ യു റെക്കഗ്നൈസ് ദ പാറ്റേൺസ് ഇൻ ഈച്ച് ഓഫ് ദ സീക്വൻസ് ഇൻ ടേബിൾ 1 ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ സീക്വൻസിൻ്റെ നെക്സ്റ്റ് 3 നമ്പേഴ്സ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊന്നുകൂടെ നോക്കിയാൽ മതി. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് 1 എന്ന് പറയുന്നത് റിപ്പീറ്റഡ് വന്നിരിക്കുന്നു. ഇത് 1 2 3 4 എന്ന് പറയുന്ന കൗണ്ടിങ് നമ്പേഴ്സ്. ഇത് ഓരോ പ്രാവശ്യം 2 ആഡ് ചെയ്ത് ഓഡ് നമ്പേഴ്സ് 2 ആഡ് ചെയ്ത് എഴുതുന്നു. ഇവിടെയും 2 ആഡ് ചെയ്ത് ഓഡ് നമ്പേഴ്സിൻ്റെയും ഈവൻ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും 2 ആണല്ലോ. ഇനിയും പിന്നെ അടുത്ത പറയുന്നത് ട്രയാങ്കുലർ നമ്പേഴ്സ്. അതായത് 1 + 2 എന്ന് പറയുന്നത് 3, 3 + 3 6, അടുത്തത് 6 + 4 അതായത് 1 2 3 എന്നുള്ളത് ആഡ് ചെയ്ത് പോകുന്നു. സ്ക്വയേഴ്സിന് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. പിന്നെ അടുത്തത് ക്യൂബ്സ് 1 × 1 × 1 അങ്ങനെ നമ്മൾ പറഞ്ഞായിരുന്നു ഓരോന്നും. ദെൻ വിരഹാങ്ക നമ്പേഴ്സും പറഞ്ഞു. അതായത് ആദ്യത്തെ 2 നമ്പർ ആഡ് ചെയ്യുന്നത് 3ാമത്തെ നമ്പർ, അടുത്ത 2 നമ്പർ ആഡ് ചെയ്യുന്നത് 4ാമത്തെ നമ്പർ. അതായത് ഇങ്ങനെ. ഇനി അതുപോലെ 4th നമ്പർ അങ്ങനെ ഓരോന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ നമ്പേഴ്സിനെയും കുറിച്ച് അത് അവർ ചെയ്തിട്ടുണ്ട്. ദെൻ പവേഴ്സ് ഓഫ് 2. ഈ 2ൻ്റെ പവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് ഞാൻ പറയാൻ മറന്നുപോയി. അതായത് ആദ്യത്തെ 1 എന്ന് പറയുന്നത് 2ൻ്റെ പവർ എഴുതുമ്പോൾ 2 raised to 0 എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഏതൊരു നമ്പർ raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം 1 എന്നാണ്. ഇത് എക്സ്പൊണൻഷ്യൽ ഫോംസ് ആണ്. അത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ബട്ട് ഇതൊന്നും മനസ്സിലാക്കി വെച്ചേക്കും. അപ്പോൾ 3 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. 5 raised to 0 എന്ന് പറയുന്നതും 1 ആണ്. 8 ഏത് നമ്പർ raised to 0 എന്ന് പറയുന്നത് 1 എന്നാണ് കോൺസെപ്റ്റ് കേട്ടോ. ഇനി വിഷ്വലൈസിങ് ദ നമ്പർ സീക്വൻസസ്. ഈ നമ്പേഴ്സൊക്കെ നമ്മളെങ്ങനെ പടം പോലെ ആക്കി വെക്കുന്നു എന്നതാണ് അടുത്തത്. Many number sequences can be visualized using pictures. Visualizing mathematical objects through pictures or diagram can be very fruitful way to understand mathematical patterns and concepts. ഇനി നമ്മൾ ടേബിൾ 1-ലുള്ളത് നമുക്കൊരു പടം പോലെ. ഇപ്പോൾ ആദ്യത്തേത് 1 ആഡ് ചെയ്യുന്നതല്ലേ, 1 റിപ്പീറ്റ് ചെയ്യുന്നതാണ്. 1 റിപ്പീറ്റ് ചെയ്യുന്നത് ഇത് കണ്ടോ, ഒരു ഡോട്ട് മാത്രം ഇട്ട്, ചെറിയൊരു കുത്ത് മാത്രം ഇട്ട്. അടുത്തത് ഓരോന്ന് കൂടുതൽ ആഡ് ചെയ്യുന്നത് 1 2 3 കൗണ്ടിങ് നമ്പേഴ്സ് വരുമ്പോൾ
ഓരോ ഡോട്ട്സ് ഇൻക്രീസ് ചെയ്യുന്നു, ഓരോ കുത്തുകൾ കൂട്ടിയിടുന്നു. ഇനി ഓഡ് നമ്പേഴ്സ് ഇടുമ്പോൾ ഈ രണ്ടെണ്ണം വെച്ചാണ് കൂട്ടിയത്. 1 3 5 7 കണ്ടോ, ആ എണ്ണത്തിനനുസരിച്ചുള്ള ഡോട്ട്സ്. ഈവൻ നമ്പേഴ്സിനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ട്രയാങ്കുലർ നമ്പേഴ്സിനെ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ എഴുതാൻ പറ്റുന്നത്. അത് 1 എന്നുള്ളതിന് ഒരു കുത്തേ ഉള്ളൂ, 3 ഉണ്ടോ 3 കുത്തായിട്ട് ഇതിനൊരു ട്രയാങ്കിൾ ഷേപ്പ് വന്നേ. 6ന് 6 ഡോട്ട്സ് ഉണ്ട്, അതും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ. 16 എന്ന് പറയുന്ന 10 എന്ന് പറയുന്ന നമ്പേഴ്സും അതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ. ദെൻ 15 എന്ന് പറയുന്നതും ട്രയാങ്കിൾ ഷേപ്പിൽ. ദെൻ ഇവിടെ നോക്കിയേ, സ്ക്വയർ നമ്പേഴ്സ് വന്നപ്പോൾ 1നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ. ദെൻ 4 9 16 25 ഇതെല്ലാം നമുക്ക് ഇങ്ങനൊരു സ്ക്വയേഴ്സായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ക്യൂബ് നമ്പേഴ്സ് വരുമ്പോൾ 1 8 27 നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് എണ്ണി നോക്കാം കേട്ടോ. ഇത് നോക്കി, ഈ ക്യൂബ്സിൻ്റെ ഇതൊന്ന് എണ്ണി നോക്കി നിങ്ങൾക്ക് 8 എണ്ണം ഉണ്ടോയെന്നറിയാം. ഇവിടെ 4, ഇവിടെയും 4 അല്ലേ. അപ്പം എത്രയായി? ഈ 4 4 8ആയി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ഇപ്പുറത്തെ ഭാഗത്തോട്ട് നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗമാണ് ക്യൂബ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷേപ്പ് നിങ്ങൾ ഓർക്കുക, ഇതാ ഇങ്ങനെ 3D ഷേപ്പാണുള്ളത്. ഇങ്ങനെ 3D ഷേപ്പാണുള്ളത് ഒരു ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ 2 സൈഡ് മാത്രമേ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി 3D ഷേപ്പാണല്ലോ. നിങ്ങൾ റൂബിക്സ് ക്യൂബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, റൂബിക്സ് ക്യൂബ്സ്. അപ്പോൾ ഇങ്ങനെ ക്യൂബിൻ്റെ ഷേപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കോപ്പി ദ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ നമ്പർ സീക്വൻസ് ഇൻ ടേബിൾ 2 ഇൻ യുവർ നോട്ട്ബുക്ക് ആൻഡ് ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ ഫോർ ഈച്ച് സീക്വൻസ്. ഓരോ സീക്വൻസിനും അടുത്ത പിക്ചർ വരയ്ക്കാനും അവർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡോട്ട്സ് മാത്രം ഇട്ട് നിങ്ങൾ ചെയ്താൽ മതി. ദെൻ ട്രയാങ്കുലർ നമ്പേഴ്സും സ്ക്വയർ നമ്പേഴ്സും ക്യൂബ് നമ്പേഴ്സ് ഇങ്ങനെയൊക്കെ നമ്മൾ പല നമ്പേഴ്സിനെ വിളിച്ചിരുന്നു അല്ലേ. ഇത് ഓരോ പാറ്റേണിലും നമ്മളിങ്ങനെ വിളിച്ചിരുന്നു. ഇത് 1 3 6 10നെ ട്രയാങ്കുലർ എന്നും 1 4 9 16 25നെ സ്ക്വയർ നമ്പർ എന്നും ഇതിനെ ക്യൂബ് നമ്പേഴ്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ട്രയാങ്കിൾ നമ്പേഴ്സ് ആർ കോൾഡ് സോ ബിക്കോസ് ദീസ് നമ്പേഴ്സ് ഓഫ് ദ ഡോട്ട്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ മേക്ക് എ ട്രയാങ്കിൾ. അതായത് നമുക്ക് ട്രയാങ്കിളായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ട്രയാങ്കിൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇനി സ്ക്വയർ നമ്പേഴ്സ്, അതുപോലെ സ്ക്വയർ നമ്പേഴ്സ് ആർ ബിക്കോസ് ദീസ് നമ്പേഴ്സ് ഓഫ് ഡോട്ട്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ആസ് സ്ക്വയറായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് അതിൻ്റെ പ്രത്യേകത. അടുത്തത് ക്യൂബ്സിനെ അങ്ങനെ വിളിക്കാൻ കാരണം എന്താ, അതിനെ ക്യൂബ്സായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുണ്ട്. You will have noticed that 36 is both in triangle number and square numbers. അതായത് 36 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ പാറ്റേൺ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും ട്രയാങ്കുലർ നമ്പർ എന്ന് പറയുന്നതിനകത്തും 36 വന്നിട്ടുണ്ട്, സ്ക്വയർ നമ്പർ എന്ന് പറയുന്നതിനകത്തും 36 വന്നിട്ടുണ്ട്. അതെന്തും അങ്ങനെ വന്നതെന്നറിയാമോ? അതായത് 36 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ട്രയാങ്കുലർ ഫോമിലും അറേഞ്ച് ചെയ്യാൻ പറ്റും, പിന്നെന്താണ് സ്ക്വയർ ഫോമിലും അറേഞ്ച് ചെയ്യാൻ പറ്റും. 36 എന്ന് പറയുന്ന നമ്പർ. ഇങ്ങനെ കുറേ നമ്പേഴ്സ് നമുക്ക് പല ഷേപ്പിൽ, ട്രയാങ്കുലർ ഷേപ്പിലും ചിലപ്പം ഇതുപോലെ സ്ക്വയർ ഷേപ്പിലും പിന്നെ ക്യൂബ് ഷേപ്സിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഇത് ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒന്നും പഠിച്ചതല്ല. നോക്കി, ഇതിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഇത്ര വരെ കാണുമ്പോൾ മനസ്സിലാകത്തില്ല, ബട്ട് ഇവിടെ ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇതിൻ്റെ ഷേപ്പിനൊരു വ്യത്യാസമുണ്ട്. ദാ ഇങ്ങനെ, ദെൻ ഇങ്ങനെ, 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 ദെൻ മൊത്തത്തിൽ ഇതിൻ്റെ ഷേപ്പിന് എത്ര സൈഡ്, നമ്മളിപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡ് അല്ലേ. ദെൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്. ഇതിന് എത്ര സൈഡ് ഉണ്ടെന്നൊന്ന് പറയാമോ? ഇത് 1 2 3, ദെൻ ഇത് 4 5, ഇത് 6. ദാറ്റ് മീൻസ് എത്ര സൈഡുണ്ട്? 6 സൈഡ്സിലാണ് ഉള്ളത്. അപ്പോൾ ഈ 6 സൈഡുള്ള ഫിഗറിനെ നമ്മൾ ഹെക്സഗൺ എന്നാണ് പറയുന്നത്, ഹെക്സഗൺ. അപ്പോൾ ഈ നമ്പേഴ്സിനെ നമുക്ക് ഈ 6 സൈഡഡ് ഫിഗറായിട്ട് എഴുതുമ്പോൾ ആ നമ്പേഴ്സിനെ ഹെക്സഗണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇതിനെ നോട്ട്ബുക്കിൽ വരയ്ക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് നമുക്ക് പവേഴ്സ് ഓഫ് 2ഉം പവേഴ്സ് ഓഫ് 3യും ഇങ്ങനെ എന്താ പറയുന്നത് ഷേപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ ഹെക്സഗണൽ നമ്പേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, 1 7 19 37 ഈ നമ്പേഴ്സാണ് നമുക്ക് എന്താ പറയുന്നത്
ഹെക്സഗണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. വൈന്ന് എപ്പോഴും ചോദിക്കണം എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. സോ 1 + 6 ആണ് നമുക്ക് 7. ദെൻ 7 + 12 ആണ് 19. മനസ്സിലായോ? ദെൻ 19 + 18 എന്തായാലും മനസ്സിലായേ? 6ൻ്റെ ടേബിളാ. 6 1s are 6, 6 2s are 12, ദെൻ 18, അടുത്ത 6 4s എത്ര വരുന്നത്? യെസ് 24. അപ്പോൾ അടുത്ത നമ്പർ ഏതാ വരുന്നത്? 37 + 24. 37 + 24 എത്ര വരുന്നത്? 7 + 4 11, ദെൻ 1 3 + 2 5 6. എത്ര നമ്പർ? അടുത്ത നമ്പർ ഇവിടെ വരേണ്ടത് 61 അല്ലേ? അപ്പം 37 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്പർ 61 എന്ന നമ്പറാണ് വന്നത്. അപ്പോൾ ആ 61ഉം എന്താണ്? ഒരു ഹെക്സഗണൽ നമ്പർ. അപ്പോൾ അടുത്ത നമ്പർ കാണാൻ എന്താ ചെയ്യേണ്ടത്? 61ൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? അടുത്ത 6ൻ്റെ ടേബിളിലെ നമ്പർ എത്ര ആയിരിക്കും? 6 12 18 24, പിന്നെ അടുത്ത എത്രയാണ്? യെസ് 30 ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് 3യുടെ നമുക്ക് പവേഴ്സ് ഓഫ് 3 എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പവർ ഓഫ് 3 1 അവിടെ നിൽക്കട്ടെ. 1 നമുക്ക് എന്താ പറയുന്നത്, ഒരു ഡോട്ടായിട്ട് അറിയാൻ പറ്റും. അടുത്ത 3 എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ 3 ഡോട്ടായിട്ട് ഇട്ടിട്ട് അതിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കാൻ പറ്റും. 9 വരുമ്പോൾ അതുപോലെ 3 ട്രയാങ്കിൾസ് അല്ലേ? ഇത് 3, ഇത് 6, ഇത് 9. അടുത്ത എങ്ങനെയാണ് വരുന്നത്? 27 വന്നപ്പോൾ എത്ര വന്നെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8 9 ട്രയാങ്കിൾസ് വന്നു. ഒരു ട്രയാങ്കിളിൽ 3 വെച്ച് 9 ട്രയാങ്കിൾസ് വരുമ്പോൾ എത്ര? 9 2 3 27. ഇതുപോലെ തന്നെ പവർ ഓഫ് 2 നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. പവർ ഓഫ് 2. അപ്പോൾ 2⁻0 എന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഇത് മനസ്സിലാക്കുക. എപ്പോഴും പവർ എന്ന് പറയുന്നത് അതിൻ്റെ തന്നിരിക്കുന്ന നമ്പറിൻ്റെ, ഇപ്പോൾ 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ പവർ കാണാൻ 2⁻0, 2⁻1, 2⁻2, 2⁻3. ഈ റേസ് ടു ആണ് നമ്മൾ ഇവിടെ വരുന്നതാണ് പവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2⁻0 1 ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഏതൊരു നമ്പറിൻ്റെ റേസ് ടു പവർ 0 വന്നു കഴിഞ്ഞാൽ അത് 1 ആണ്. ഇപ്പോൾ 2⁻1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. 2⁻2 എന്ന് പറഞ്ഞാൽ 2 × 2. 2⁻3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2. 3 പ്രാവശ്യം 2 മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അർത്ഥം. 2 × 2 × 2. മനസ്സിലായോ? അപ്പോൾ 2⁻0 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞു. 2⁻1 എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം 2 എഴുതുക. 2⁻2 എന്ന് പറഞ്ഞാൽ 2 × 2. 2⁻3 എന്ന് പറഞ്ഞാൽ 2നെ 3 പ്രാവശ്യം 2 ചെയ്യുക. 2 × 2 × 2. അപ്പോൾ 2⁻4 എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം 2നെ ഇൻറ്റു ചെയ്യുക. അതാണ് 16. ഇത് 2ന് മാത്രമല്ല, 3യുടെ പവേഴ്സും ഇത് തന്നെ. 3⁻0 എന്ന് പറഞ്ഞാൽ 1, 3⁻1 എന്ന് പറഞ്ഞാൽ 3, 3⁻2 എന്ന് പറഞ്ഞാൽ 3 × 3, 3⁻3 എന്ന് പറഞ്ഞാൽ 3 × 3 × 3. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് റേസ് ടു പവേഴ്സിൻ്റെ വരുന്നത്. ബാക്കി പാറ്റേൺസ് ഉണ്ട്. ഇന്നിപ്പോൾ നമുക്കിവിടെ നിർത്താം. ബാക്കി നാളെ. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.